ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രഷ്യസ് ആയിട്ട് കാണുന്ന 5 അഫർമേഷൻസ് ആണ്. അഫർമേഷനെ കുറിച്ചൊക്കെ ഇതിന് മുമ്പും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഇതിനെന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ലിസ്റ്റ് ഓഫ് അഫർമേഷൻസ് ഉണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വളരെ നെഗറ്റീവ് സ്റ്റേജിലേക്ക് മൈൻഡ് പോകുന്ന സമയത്ത് ഈ അഫർമേഷൻസോ അല്ലെങ്കിൽ വിഷ്വലൈസേഷനോ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള, എനിക്ക് വീണ്ടും പോസിറ്റിവിറ്റി തന്നിട്ടുള്ള, എന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും കരകയറാൻ അനുവദിച്ചിട്ടുള്ള 5 അഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഗ്യാരൻറ്റിയാണ്, ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും വളരെ സിമ്പിളായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷനാണ് താനും. ചിലപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് തോട്ട് മതി ആ ഒരു എൻറ്റയർ ദിവസം നമുക്ക് നഷ്ടപ്പെടാൻ. ചില ആളുകൾ പറഞ്ഞ വാക്കുകളായിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടന്ന സംഭവങ്ങളായിരിക്കാം, നമ്മുടെ ആ ഒരു എൻറ്റയർ ഡേ അല്ലെ കുറേ ദിവസങ്ങളെ നശിപ്പിച്ച് കളയും. അതിനുശേഷം നമ്മുടെ മനസ്സ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള പോസിബിൾ ഔട്ട്കം ആയിരിക്കും ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സാഹചര്യം എന്താണെന്ന് ശരിക്കും റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഹാർട്ടിന് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ എനർജി കുറയും, നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ തന്നെ കംപ്ലീറ്റ് നഷ്ടപ്പെടും. ആ സമയത്തൊന്നും നമുക്ക് ഒരു ലിസ്റ്റ് എടുത്ത് വെച്ച് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാനൊന്നും തോന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു സാഹചര്യം ഫേസ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 അഫർമേഷൻസ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിന് ഞാൻ ഗ്യാരൻറ്റി ആണ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഷിഫ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒരു 5 അഫർമേഷൻ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം സംഭവിക്കാനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യിക്കാൻ ഇതിന് പറ്റും. നിങ്ങൾക്ക് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് അബൻഡൻസിലേക്ക് മാറും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻസിലേക്ക് മാറും. നിങ്ങളുടെ പേടികളെ വിശ്വാസങ്ങളാക്കി മാറ്റും. ഇതിലേറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഈ അഫർമേഷൻസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴും, അതല്ല നിങ്ങൾ ലോ കോൺഫിഡൻസിലിരിക്കുമ്പോഴും, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും, പെസിമിസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് സാഹചര്യത്തിലും നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരിക്കും ഈ അഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഇതിലൊരു വിശ്വാസം കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അഫർമേഷൻസ് എന്ന് പറയാം. ഒന്നാമത്തെ അഫർമേഷൻ ഞാൻ ഉപയോഗിക്കാറുള്ളത്, ഐ ആം ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി, എന്ത് കാര്യം ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, എന്നെ എൻ്റെ ഹയസ്റ്റ് പവർ, എൻ്റെ ഡിവൈൻ പവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. സോ ഞാൻ ഈ ഒരു കാര്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഐ ആം ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കാറുണ്ട്, ഐ ആം ഓൾവേസ് പ്രൊട്ടക്റ്റഡ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം എന്നുള്ള കാര്യം. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഐ ഡിസേർവ് ദ ബെസ്റ്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബെസ്റ്റാണ് അർഹിക്കുന്നത്. ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ അർഹിക്കുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. പല ആഗ്രഹങ്ങളും അവർ വേണ്ടെന്ന് വയ്ക്കുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരാനായിരിക്കും ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഐ ഡിസേർവ് ദ ബെസ്റ്റ് ഇൻ മൈ ലൈഫ്. അതാണ് എൻ്റെ രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുള്ള അഫർമേഷനാണ്. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നിയേക്കാം, അതായത് നമ്മൾക്ക് ഇത്രേ പൊട്ടൻഷ്യലുള്ളൂ, നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അഫർമേഷനാണ്, അബൻഡൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ലക്ഷറി ഈസ് മൈ ബർത്ത് റൈറ്റ്. അതായത് സമ്പത്തുണ്ടായിരിക്കുക എന്നത് എൻ്റെ ജന്മാവകാശമാണ്. എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അബൻഡൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല എങ്കിൽ ഈ ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് അഫർമേഷൻ ഉപയോഗിക്കുക, അബൻഡൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. നാലാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു അഫർമേഷൻ, എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നൊരു അഫർമേഷനാണ്, എവറിത്തിങ് ഈസ് ഓൾവേസ് വർക്ക് ഫോർ മീ. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഫൈനലി എൻ്റെ ബെസ്റ്റായിരിക്കും എല്ലാത്തിലും സംഭവിക്കുക. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും അത് മാറി മറിഞ്ഞു വരും. എവറിത്തിങ് ഈസ് വർക്ക് ഫോർ മൈ ബെസ്റ്റ്.
ഓക്കെ, ഈ ഒരു അഫർമേഷൻ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. 5ാമത്തെ അഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അഫർമേഷനാണ്. ഐ ആം ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് എവറി ഡേ, എവറി സിംഗിൾ ഡേ. ഞാൻ ഓരോ ദിവസവും എൻ്റെ ഏറ്റവും ബെസ്റ്റ് സെൽഫായി, എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും നിങ്ങളുടെ മൈൻഡ് പവർ കൂട്ടാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും പറ്റുന്ന ഒരു അഫർമേഷനാണ്. ഐ ആം ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് എവറി സിംഗിൾ ഡേ. ഈ 5 അഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഏത് സാഹചര്യത്തിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര പരിതാപകരമാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കാം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.